ഇനി നമ്മൾ പോകുന്ന ഒരു കോടതി വിധിയിലേക്കാണ്. ബുദ്ധിമാന്ദ്യമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിക്ക് 44 വർഷം കഠിന തടവും 8,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു തിരുവനന്തപുരം പോക്സോ കോടതി. നെയ്യാറ്റിങ്കര സ്വദേശിയും ഫിസിയോതെറാപ്പിസ്റ്റുമായ ഷിനോജിനെയാണ് തിരുവനന്തപുരം പോക്സോ കോടതി ജഡ്ജി MP ഷിബു ശിക്ഷിച്ചത്. 2019 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. വയസ്സുള്ളപ്പോഴാണ് കുട്ടിയെ രക്ഷകർത്താക്കൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. അന്ന് അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയായ ഷിനോജ്. ആശുപത്രിയിൽ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ടെന്നും കുട്ടിയുടെ വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ താൻ തയ്യാറാണെന്നും ഇയാൾ രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നീട് വീട്ടിലെത്തി ചികിത്സയെന്ന വ്യാജേന കുട്ടിയെ സ്ഥിരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വരികയായിരുന്നു. കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ രക്ഷകർത്താക്കൾ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത കുട്ടിയെയാണ് പ്രതി ഇത്തരത്തിൽ പീഡിപ്പിച്ചു വന്നിരുന്നത്. പിഴത്തുക പ്രതി ഒടുക്കിയില്ലെങ്കിൽ പ്രതി 4 വർഷവും 4 മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. പിഴത്തുകയിൽ നിന്നും 8 ലക്ഷം രൂപ കുട്ടിക്ക് നൽകുന്നത് കൂടാതെ ലീഗൽ സർവീസ് അതോറിറ്റിയും കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിക്കുകയുണ്ടായി. DGPയുടെ നിർദ്ദേശാനുസരണം ക്രൈംബ്രാഞ്ച് DYSP-യായ P. അനിൽകുമാർ നേരിട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കാട്ടായിക്കോണം KK അജിത് പ്രസാദ്, അഭിഭാഷക BC ബിന്ദു എന്നിവർ ഹാജരായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.